ഹലോ ഫ്രണ്ട്സ്, റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു കാറിൽ ഒരു ആംപ്ലിഫയർ ഫിറ്റ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കെൻവുഡിൻ്റെ ഒരു 2 ചാനൽ 500 വാട്ട്സ് ഒരു 2 ചാനൽ ആംപ്ലിഫയർ ആണ്. ഇതാണ് നമ്മൾ ഈ വണ്ടിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇത് വരുന്നത് 500 വാട്ട്സ് ആണ് ഈ ആംപ്ലിഫയർ വരുന്നത്. ഇതിൻ്റെ RMS വാട്ട്സ് വരുന്നത് 70 ആണ്. അതായത് ഒരു ചാനലിൽ 70 വാട്ട്സ് ആണ്. നമ്മളിത് സ്റ്റീരിയോ ആയിട്ടല്ല കൊടുക്കുന്നത്, ഇത് ബ്രിഡ്ജ് ചെയ്തിട്ട് മോണോ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 140 വാട്ട്സ് ആക്കിയിട്ടാണ് നമ്മൾ സബ്വൂഫറായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വണ്ടി ടാറ്റയുടെ നെക്സോൺ ആണ്. അതിലാണ് നമ്മളിപ്പോൾ ഈ സബ്വൂഫർ ചെയ്യാൻ പോകുന്നത്. അതിൽ നിലവിലിപ്പോൾ ഉള്ളത് കമ്പനി ഓഡിയോ സിസ്റ്റമാണ്. ആ കമ്പനി ഓഡിയോ സിസ്റ്റത്തിൻ്റെ 4 ഡോർ സ്പീക്കറിലും മാത്രമാണ് ഇപ്പോൾ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള സ്പീക്കറാണ് മാത്രമാണ് അതിനകത്തുള്ളത്. അതിന് പുറമെയാണ് നമ്മൾ ഈ 2 ചാനൽ കെൻവുഡിൻ്റെ 2 ചാനൽ ആംപ്ലിഫയറും ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു സബ്വൂഫർ വെക്കുന്നുണ്ട്. സബ്വൂഫർ വളരെ ചെറിയൊരു സബ്വൂഫറാണ്. സാധാരണ നമ്മൾ വണ്ടിയിൽ വെക്കാറുള്ളത് ഏറ്റവും കുറഞ്ഞത് 8 ഇഞ്ചാണ്. 8 ഇഞ്ചിന് പുറമേ നമ്മൾ ഉപയോഗിക്കാറുള്ളത് 10 ഇഞ്ച്, 12 ഇഞ്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സബ്വൂഫർ ഉപയോഗിക്കാറുള്ളത്. ഈ ആംപ്ലിഫയറിന് നമുക്ക് മാക്സിമം 12 ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല. നമുക്കതിന് സൗകര്യക്കുറവുള്ളതുകൊണ്ടാണ് ഈ ചെറിയൊരു സബ്വൂഫർ ഉപയോഗിക്കുന്നത്. ഇതാണ് സബ്വൂഫർ. ഇത് നമ്മുടെ LGയുടെ 5 ചാനൽ ആംപ്ലിഫയറിൻ്റെ സബ്വൂഫറാണ്. ഇതിനകത്ത് ആംപ്ലിഫയർ ഒന്നുമില്ല, ഇത് സബ്വൂഫറും ഇതിൻ്റെ ബോക്സും മാത്രമുള്ളൂ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 6 ഇഞ്ച് സബ്വൂഫറാണ്. വളരെ ചെറിയൊരു ബോക്സാണ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സബ്വൂഫർ എടുത്തിട്ടാണ് വണ്ടിയിൽ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ നെക്സോണിൽ ഇത് എങ്ങനെയൊക്കെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാം. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം. നമുക്ക് ഇതിനകത്ത് വേണ്ടി വരുന്നത് ഒരു പവർ സപ്ലൈ കേബിൾ വേണം, അതുകൂടാതെ ഇൻപുട്ട് കേബിൾ വേണം, പിന്നെ ഒരു ഫ്യൂസ്, പിന്നെ നെഗറ്റീവ് കണക്ഷൻ കൊടുക്കാനുള്ളൊരു മൈനസ് പോയിൻ്റിനുള്ളൊരു വയർ വേണം. പിന്നെ നമുക്ക് ഇതിനകത്ത് നിലവിൽ കമ്പനി സെറ്റിന് ഓഡിയോ ഔട്ട്പുട്ട് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളൊരു കൺവേർട്ടർ വെച്ചിട്ടാണ് ഇതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൺവേർട്ടർ ആവശ്യമുണ്ട്. ആ കൺവേർട്ടറിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയറിലേക്ക് ലൈൻ ഇൻപുട്ടിന് കൊടുക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്ക് ഈ എങ്ങനെയാണ് ഫിറ്റ് ചെയ്തതെന്ന് നോക്കാം. അതോടുകൂടി തന്നെ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
ഇന്ന് നമ്മൾ ടാറ്റയുടെ നെക്സോൺ എന്ന വണ്ടിയിൽ കെൻവുഡിൻ്റെ 500 വാട്ട്സ് ആംപ്ലിഫയറും അതേപോലെ തന്നെ LGയുടെ 6 ഇഞ്ച് സബ്വൂഫറും നമ്മൾ ഫിറ്റ് ചെയ്തു. അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ കൂടി അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചിലപ്പോൾ കറക്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അഥവാ നമ്മളിത് വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കേൾക്കാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ കമ്പനി കൊടുത്തതിന് സെറ്റിൽ നിന്നും വേറെ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. വേറെ കണക്ഷൻസ് വയർ കട്ട് ചെയ്യുകയോ വേറെ ഒന്നും ചെയ്യാതെയാണ് സ്പീക്കർ ഔട്ട് എടുത്ത് ലൈൻ ഔട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളത് ആംപ്ലിഫയർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടിയുടേതായ വേറെ കണക്ഷൻസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വേറെ ഒന്നും അഡീഷണൽ ചെയ്തിട്ടില്ല. ആകെ ചെയ്ത് നമ്മളതിൻ്റെ സ്പീക്കർ ഔട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്ത വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു, അതേപോലെ തന്നെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.